ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടാലി പ്രൈം ഫുൾ കോഴ്സ് ട്യൂട്ടോറിയലുമായിട്ടാണ്. നമുക്കറിയാം, കൃത്യമായി അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ബിസിനസ്സുകളാണ് ഏറ്റവും നന്നായി മുന്നോട്ട് പോകുന്നത്. ഈ കോഴ്സിൽ അക്കൗണ്ട്സിൽ ഒരു തുടക്കക്കാരനും എക്സ്പെർട്ടിനും ഒരുപോലെ ഉപകരിക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതുപോലെ ഒരു ചെറുകിട സംരംഭകന് സ്വന്തമായി അക്കൗണ്ട്സ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളൊരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ടാലി പ്രൈമിൽ ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കമ്പനി ഡാറ്റ പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് കമ്പനി നെയിം നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാപിടാക്സ് എന്നുള്ള നമ്മുടെ കമ്പനിയാണ്. ഇവിടെ ക്യാപിടാക്സ് ഇന്ത്യ എന്നുള്ള കമ്പനിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. മെയിലിംഗ് നെയിം സെയിം തന്നെയാണ്. ഇവിടെ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞങ്ങൾ ഉള്ള ക്യാപിടാക്സിൻ്റെ അഡ്രസ്സ് ഇവിടെ കൺട്രോൾ-C എടുത്തിട്ട് കോപ്പി ചെയ്ത് കൺട്രോൾ-V നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. നേരെ നമുക്ക് ടാലിയിലത് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റേറ്റ് കേരളയാണ്. കേരള നമ്മൾ കൊടുക്കുന്നു. സെലക്ട് ചെയ്യുക. ഹിന്ദി ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ പിൻകോഡ്. ഇനി നമ്മുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ്, പിൻകോഡ്, ടെലിഫോൺ, മൊബൈൽ നമ്പർ, അതുപോലെ ഫാക്സ് ഉണ്ടെങ്കിൽ ഫാക്സ് നമ്പർ, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. capitalsolutions@gmail.com. അതുപോലെ വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിൽ കൊടുക്കുകയാണ്. കമ്പനി ക്രിയേഷനിൽ നമ്മൾ കൊടുക്കുകയാണ്. വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണെങ്കിൽ ആ ഡേറ്റിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെയും നമുക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ആസ് ഇറ്റ് ഈസ് April 1, 2024 എന്നുള്ളതിൽ തന്നെ അത് അവിടെ തന്നെ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൽ സെക്യൂരിറ്റി ഓപ്ഷൻ നമുക്ക് കാണാം. ചിലപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ F12 നമ്മൾ പ്രസ് ചെയ്യുക. കോൺഫിഗറേഷനിൽ പോയിട്ട് നമ്മൾ യൂസ് ടാലി പാസ്വേഡ് നമ്മൾ യെസ് കൊടുക്കുക. അതുപോലെ യൂസ് യൂസർ ആക്സസ് കൺട്രോളും യെസ് കൊടുത്തിട്ട് യെസ് കൊടുക്കുക. ഇത് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ സെറ്റ് ടാലി വാട്ട് പാസ്വേഡ് ടു എന്നുള്ള ഓപ്ഷനിൽ യെസ് കൊടുത്തതിന് ശേഷം അവിടെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യാം. വീണ്ടും കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ആ പാസ്വേഡ് കൊടുക്കുക. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നുണ്ട്, കൺട്രോൾ യൂസർ ആക്സസ് ടു കമ്പനി ഡാറ്റ. അത് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത് അഡ്മിനിസ്ട്രേറ്റർ അത് കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ആണ്. അതും ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാം. പക്ഷേ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യേണ്ടതില്ല. ഇത് അടുത്തൊരു വീഡിയോയിൽ അത് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നോ കൊടുക്കുകയാണ്. യെസ് കൊടുത്തിട്ടുള്ള നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കും. അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ നമ്മൾ നേരെ ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് കൊടുത്തതിന് ശേഷം ടാലിയിൽ എൻ്റർ ചെയ്യാം.